നല്ല നാടൻ ചൂടോട് കൂടിയിട്ടുള്ള പഴംപൊരിയും അതുപോലെ തന്നെ നല്ല ചൂട് കാപ്പിയും. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ബാമിന്റെ ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമുക്ക് നാടൻ കടകളിലൊക്കെ കിട്ടുന്ന പഴംപൊരിയില്ല, നമുക്കൊന്ന് വീട്ടിൽ ചെയ്തെടുക്കാം. ഒരുപാട് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ പഴംപൊരി റെഡിയാക്കി എടുക്കും. അതുപോലെ നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് ഒരു പഴംപൊരി റെഡിയാക്കി എടുക്കാം. അപ്പൊ വീഡിയോ കണ്ടാലോ? പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം വേണ്ട നമ്മൾ പഴംപൊരിക്കായിട്ട് എടുക്കാനായിട്ട്. 4 പഴമാണ് ഞാൻ പഴംപൊരിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് നമുക്ക് കട്ട ഉടച്ചെടുക്കാം. പഴംപൊരിക്കുള്ള മൈദമാവ് നന്നായിട്ട് കലക്കിയിട്ട് കട്ടയൊക്കെ ഉടച്ചൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിന് വേണ്ടിട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഈ സമയത്ത് എള്ള് ചേർക്കുന്നവരുണ്ട്. എള്ള് വേണമെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മള് സാധാരണ കിട്ടുന്ന പഴംപൊരിയിലൊന്നും അങ്ങനെ എള്ളൊന്നും ചേർക്കാറില്ലല്ലോ. ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത പോലെ ഉണ്ട് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുള്ളൂ. നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. മാവ് കലക്കിയെടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് മാവ് ഒന്ന് പൊന്തി വരുള്ളൂ. ഈ പഴംപൊരിക്കായിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ അടിവശവും മേൽവശവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണ്ടിട്ട് നമ്മൾ ഇതിന്റെ തൊലി ഉരിക്കാനായിട്ട്. ആ 2 വശം നമുക്ക് ആവശ്യമില്ല. തൊലി ഉരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പഴം നമുക്കൊരു 4 പീസാക്കി എടുക്കാം. ഭയങ്കരമായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യരുത്, കുറച്ച് കനത്തോട് കൂടിയിട്ട് വേണ്ട കട്ട് ചെയ്യാനായിട്ട്. ഇതാ 4 നേന്ത്രപ്പഴം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പഴം കട്ട് ചെയ്തില്ല അത് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പഴം നമ്മൾ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചട്ടിയാകുമ്പോൾ ഒരു 3 എണ്ണം ഒക്കെ പൊരിച്ചെടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോഴാണ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൊരിപ്പിച്ചെടുക്കാം. ആദ്യം എണ്ണയിലിട്ട 3 പഴംപൊരി ഇത് നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. ഇത് പഴംപൊരിയുടെ മാവ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ പൊരി ഇങ്ങനെ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ. അപ്പൊ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചു കോരി എടുക്കാം. മുഴുവൻ പഴംപൊരി നമ്മൾ പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ പഴംപൊരി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.